വെൽക്കം ടു ടെക്സ്റ്റ് ബുക്ക് കേരള. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു ട്രിക്ക് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ട്രിക്കിന്റെ പേരാണ് 1-to-1 ടെക്നിക് അഥവാ 1331 ടെക്നിക്. ഓക്കെ, ഇത് ഏത് ടൈപ്പ് പ്രോബ്ലത്തിലാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാൻ എൻ്റെ ഒരു അപ്ലിക്കേഷൻ എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ഒട്ടും നേരം വയ്ക്കണ്ട, നമ്മുടെ പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോവാം. ക്വസ്റ്റ്യൻ വരുന്നതാണ്: ഒരു നഗരത്തിലെ ജനസംഖ്യ പ്രതിവർഷം 20% വർദ്ധിക്കുന്നു. ഇപ്പോഴത്തെ ജനസംഖ്യ 2 ലക്ഷമാണെങ്കിൽ 2 വർഷത്തിന് ശേഷം 3 വർഷത്തിന് ശേഷമുള്ള ജനസംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊരു ലെങ്തി കാൽക്കുലേഷൻ ഉള്ള ഒരു പ്രോബ്ലം ആണ്. നമ്മൾ 2 ഇയേഴ്സിന് ശേഷമുള്ള ജനസംഖ്യ കാണണം, പിന്നെ 3 ഇയേഴ്സിന് ശേഷമുള്ള ജനസംഖ്യ കാണണം. ആ രണ്ടിന്റെയും ഡിഫറൻസ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് ഒരുപാട് കാൽക്കുലേഷൻസ് വരുന്നുണ്ട്. പക്ഷെ ഈ ടൈപ്പ് പ്രോബ്ലം നമുക്ക് അധികം കാൽക്കുലേഷൻസ് ഒന്നും ഇല്ലാതെ ഒരു ട്രിക്കിലൂടെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. അത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. നമ്മുടെ ട്രിക്കിന്റെ പേരാണ് 1-to-1 ആൻഡ് 1331 ടെക്നിക് എന്ന് പറയുന്നത്. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ ട്രിക്കിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇവിടെ ഒരു നമ്പർ എഴുതുക. ഓക്കെ, 1 2 1 എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു നമ്പർ എഴുതുക. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എത്രയാണ് നമ്മുടെ ജനസംഖ്യ തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ആ ജനസംഖ്യ നിങ്ങൾ ഈ 1ന്റെ താഴെയായിട്ട് എഴുതുക. ഇവിടെ തന്നിരിക്കുന്ന ജനസംഖ്യ എന്ന് പറയുന്നത് 2 lakhs ആണ് തന്നിരിക്കുന്നത്. അപ്പൊ 2 lakhs എന്ന് ഡയറക്റ്റ് നിങ്ങൾ ഈ തന്നിരിക്കുന്ന നമ്പറിൽ 1ന്റെ താഴെയായിട്ട് നിങ്ങൾ എഴുതുക 2 lakhs. ഇവിടെ തന്നിരിക്കുന്ന ശതമാന വർധനം എത്രയാണ്? 20% ആണ് തന്നിരിക്കുന്നത്. ഇനി നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടത് ഈ 2 lakhsന്റെ 20% എടുക്കുക. 2 ലക്ഷത്തിന്റെ 20% എടുക്കുക. 2 ലക്ഷത്തിന്റെ 20% നമുക്കറിയാം 40,000 ആണ് വരുന്നതെന്ന് അറിയാം. ആ 40,000 നിങ്ങൾ ഈ 2ന്റെ താഴെയായിട്ട് എഴുതുക. ആ 40,000 നിങ്ങൾ ഈ 2ന്റെ താഴെയായിട്ട് എഴുതുക. അടുത്തത് ഈ 40,000ത്തിന്റെ 20% എടുക്കുക. നിങ്ങൾ 40,000ത്തിന്റെ 20% എടുക്കുക. 40,000ത്തിന്റെ 20% എന്ന് പറയുമ്പോൾ എത്ര നമുക്ക് ആൻസർ വരുന്നത്? നമുക്ക് ആൻസർ 8,000 എന്ന് പറഞ്ഞു വരും നമുക്ക്, അല്ലെ? ആ 8,000 എഴുതുക നമ്മൾ. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ തന്നിരിക്കുന്ന നമ്പറിനെ ഈ നമ്മൾ കണ്ടുപിടിച്ച നമ്പേഴ്സ് നമ്മൾ ഡയറക്റ്റ് നമ്മളൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഈ 1നെയും 2 lakhനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 lakh എന്ന് പറഞ്ഞാൽ കിട്ടി. 1 into 2 lakh 2 lakh തന്നെയാണ്. 2 into 40,000 2 into 40,000 എന്ന് പറഞ്ഞാൽ നമുക്ക് 80,000 എന്ന് പറഞ്ഞ് കിട്ടി. അതേപോലെ 1 into 8,000 1 into 8,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8,000 എന്ന് പറഞ്ഞ് കിട്ടി. നമുക്ക് കിട്ടിയേ 3 നമ്പേഴ്സ് നമുക്ക് ഇവിടെ കിട്ടി. ഈ കിട്ടിയിട്ടുള്ള 3 നമ്പേഴ്സിനെയും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ആഡ് ചെയ്യുക. അപ്പൊ 2 lakh കിട്ടി, 80,000 കിട്ടി, 8,000 കിട്ടി. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ആൻസർ വരുന്നത്? 2,88,000 ആണ് ആൻസർ വരുന്നത്. ആണേ, ഈ 2,88,000 ആയിരിക്കും 2 വർഷത്തിന് ശേഷം നമുക്ക് ലഭിക്കുന്ന നമ്മുടെ ജനസംഖ്യ എന്ന് പറയുന്നത്. ഇന്ന് 2 lakh ആണെങ്കിൽ 2 വർഷത്തിന് ശേഷം 20% വർധനവ് പ്രകാരം ആ ജനസംഖ്യ എന്തായി മാറും? 2,88,000 ആയി മാറും. ഇനി ഉത്തരം കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ 1331 മെത്തേഡും കൂടെ എടുക്കണം. നമ്മൾ 1331 മെത്തേഡ് എടുക്കുക. ഈ 1331 മെത്തേഡ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. ഈ 1-to-1 മെത്തേഡ് ചെയ്യുന്ന പോലെയാണ്. ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നിങ്ങളൊരു കാര്യം ചെയ്യാം. നിങ്ങൾ എത്രയാണ് ടോട്ടൽ ജനസംഖ്യ വരുന്നത് വെച്ചാൽ അത് ഈ 1ന്റെ താഴെയിട്ട് എഴുതുക. നമ്മുടെ ടോട്ടൽ ജനസംഖ്യ എന്ന് പറയുന്നത് 2 lakh ആണ്. ഈ 2 lakh എന്ന് പറയുന്നത് 1ന്റെ താഴെയിട്ട് എഴുതുക. എഴുതി. ഇനി നിങ്ങൾ ഈ 2 lakhന്റെ 20% കാണുക. 2 lakhന്റെ 20% എന്ന് പറയുന്നത് നമുക്കറിയാം 40,000 ആണെന്ന് അറിയാം. ആ 40,000 നമ്മൾ ഈ 3യുടെ താഴെയായിട്ട് എഴുതുക. ഓക്കെ, 3യുടെ താഴെയായിട്ട് നമ്മൾ 40,000 എഴുതി. ഇനി വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 40,000ന്റെ 20% എടുക്കുക. 40,000ന്റെ 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8,000 എന്ന് പറഞ്ഞു കിട്ടും. ആ 8,000 നമ്മൾ എവിടെ എഴുതുക? ഈ 3യുടെ താഴെയായിട്ട് എഴുതുക. ഓക്കെ, കഴിഞ്ഞില്ല. ഇനി ഒരു യൂണിറ്റും കൂടി ഉണ്ടെന്നുള്ളതാണ്. ഇനി വീണ്ടും ഈ പ്രോസസ്സ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. 8,000ന്റെ 20% എടുക്കുക. 8,000ന്റെ 20% എന്ന് പറയുമ്പോൾ നമുക്ക് 1,600 എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. 1,600 പറഞ്ഞ ആൻസർ കിട്ടും. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് 1331ന് താഴെയൊക്കെ നമുക്ക് ഒരു നമ്പേഴ്സ് കിട്ടിക്കഴിഞ്ഞു. ഇനി നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഈ നമ്പേഴ്സിനെ നമ്മൾ ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളത്. ഡയറക്റ്റ് നമ്മൾ ഈ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ ഈ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ആൻസർ കിട്ടുന്നത്? 1 into 2 lakh എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 lakh എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, 1 into 2 lakh 2 lakh ആണ്. 3 into 40,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1,20,000 എന്ന് പറഞ്ഞു കിട്ടും. 1,20,000. 3 into 8,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് 24,000 കിട്ടി. 24,000 കിട്ടി. ഇനി 1 into 1,600 1 into 1,600 എന്ന് പറഞ്ഞാൽ
1600 വരുന്നത്. കിട്ടിയേ? ഇനി ഈ കിട്ടിയ വാല്യൂസിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതെല്ലാം കൂടെ നിങ്ങൾ എടുത്ത് നിങ്ങൾ ആഡ് ചെയ്യുക. ഈ കിട്ടിയ വാല്യൂസിനൊക്കെ എടുത്ത് നിങ്ങൾ ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വന്നു? നമുക്ക് 2 lakh ഉണ്ട്, 1,20,000 ഉണ്ട്, 24,000 ഉണ്ട്, 1,600 ഉണ്ട്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 2 + 1 20, 320 വരും. 320 + 24 എന്ന് പറഞ്ഞാൽ 344 വരും. പ്ലസ് 1600 എന്ന് പറയുമ്പോൾ 3,45,600 എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. ഓക്കെ, ഈ 3,45,600 എന്ന് പറയുന്നതാണ് നമ്മുടെ 3 വർഷത്തിന് ശേഷമുള്ള നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് 3 വർഷത്തിന് ശേഷമുള്ള പോപ്പുലേഷന്റെയും 2 വർഷത്തിന് ശേഷമുള്ള പോപ്പുലേഷന്റെയും ഡിഫറൻസ് ആണ് കാണാൻ പറയുന്നത് അല്ലേ? ഇപ്പൊ ഡയറക്റ്റ് നമുക്ക് സബ്ട്രാക്ട് ചെയ്താൽ മതി. 3,45,600 മൈനസ് 2,88,000. ഓക്കെ, ഇതിന്റെ ഡിഫറൻസ് എന്താണ് വരുന്നത്? നമുക്ക് ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 45, 12, 57, 57,600 എന്ന് പറഞ്ഞ ആൻസർ വരുന്നത്. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. 3 വർഷത്തിന് ശേഷമുള്ള പോപ്പുലേഷന്റെയും 2 വർഷത്തിന് ശേഷമുള്ള പോപ്പുലേഷന്റെയും നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 57,600 ആണ്, അഥവാ നമ്മുടെ ഓപ്ഷൻ 4 ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ട്രിക്ക് നമുക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഒരു ട്രിക്കിന്റെ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരെയ്ക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.